ഹലോ, അന്നത്തെ ബ്ലോക്ക് ഞങ്ങളെ പിന്നെ എത്തിച്ചത് നമ്മുടെ ലുലു മോളിലേക്കാണ് കേട്ടോ. അന്ന് അവിടെ ചെന്നിട്ട് എന്താ പറയുക, കൊല്ലങ്കോടത്തെ ഗ്രാമഭംഗിയും അതേപോലെ തന്നെ നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ കടയിലെ ചായയും പിന്നെ ചിങ്ങഞ്ചിറ അങ്ങനെ കുറേ കാര്യങ്ങൾ, സീതാർകുണ്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ്സായി. അങ്ങനെ ഞങ്ങൾ നേരെ ഇന്നലെ ഒരു ബേക്കറിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ ചെന്നത് നേരെ ലുലു മോളിലേക്കാണ്. അങ്ങനെ ലുലു മോളിൽ തേരാപ്പര നടക്കുമ്പോഴാണ് വി സ്റ്റാറിൻ്റെ ഈ ഒരു ഷോപ്പ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറി ഞങ്ങൾ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആൻഡ് സെക്സി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത് അവരുടെ കസ്റ്റം സർവീസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, അതേപോലെ തന്നെ എന്താ പറയുക, കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ മിക്ക ആൾക്കാരും ആണായാലും പെണ്ണായാലും ചില ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക, വെറുതെ നോക്കി നിൽക്കണം കാണാം. എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതായത് ഇങ്ങനത്തെ കളേഴ്സ് ആയിട്ടുള്ളതും അതേപോലെ ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ളതും എടുക്കുന്നത് ആര് കാണാൻ, അങ്ങനെയൊക്കെ ചിന്താഗതിയോടെ നിൽക്കുന്നതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെന്നപ്പോൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിന് അതായത് ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്താ പറയുക, ഞങ്ങളുടെ സെക്ഷൽ ലൈഫ് ഹാപ്പി ആക്കണേന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഈ അണ്ടർ ഗാർമെൻറ്റ്സ്. അതായത് ആൾക്ക് ഞാൻ ഈ പറയണ പോലെ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഈ എന്താ പറയുക അണ്ടർ ഗാർമെൻറ്റ്സ് അല്ലാതെ സർപ്രൈസിങ് ആയിട്ട് നമ്മൾ ആൾ കാണാണ്ട് പുതിയത് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ സെക്ഷൽ ലൈഫും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാവുന്നതും ഇതേപോലെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ പറയണ പോലെ ആൾക്കും ബോറടിക്കുമല്ലോ. ഇതിപ്പോൾ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല, സെയിം കാണുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല, കാരണം ആളാണ് സെലക്ട് ചെയ്ത് തന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.